നിലമ്പൂരിൽ എങ്ങനെ പരസ്യ പ്രചാരണം അതിന് സമാപനമായിരിക്കുകയാണ്. മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ തീവാറുന്നൊരു പ്രചാരണമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ചിങ്കടലാകുന്നൊരു ഘട്ടമാണ് നമ്മൾ ഈ ഒരു നിലമ്പൂരിൽ ഇത്തരത്തിൽ കൊട്ടിക്കലാശത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. നിലമ്പൂരിൽ നിന്നും പി വി കുട്ടനും നിർവൻ ചക്രവർത്തിയും ചേരുന്നുണ്ട്. നിർവൻ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനത്തിലൂന്നിയുള്ള ഒരു രാഷ്ട്രീയമാണ് LDF ഇന്നും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്തരത്തിൽ അത് നെഞ്ചേറ്റുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയൊരു ജനസഞ്ചയം നിലമ്പൂരിലേക്ക് എത്തുന്നത്. എന്തൊരു ആവേശമായിരുന്നു ഈ പ്രവർത്തകർക്ക് എന്നുള്ളത് കൂടി നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല UDFന്റെ അടക്കമുള്ള ഇരട്ടത്താപ്പുകൾ അത് കൃത്യമായി ഈ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചറിയും, പ്രതിഫലിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നിർവൻ കുട്ടൻ. അതിരാ ഈ പ്രതികൂല കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും കനത്ത മഴ പെയ്തിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രചരണ യോഗമുള്ള സമയത്ത് പോലും മഴ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു 10-22 ദിവസങ്ങൾ നിലമ്പൂർ ആകെ ഇളകി മറിഞ്ഞുകൊണ്ടുള്ളൊരു ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു ആവേശത്തിലായിരുന്നു. കാരണം ഇത് അവിചാരിതമായി വന്ന തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് വരുമെന്നൊരു ഈ PV അൻവർ രാജിവെച്ച ഘട്ടത്തിൽ തന്നെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമെന്നൊരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഉണ്ടാകുമോ എന്നുള്ളൊരു അത് നീണ്ടുപോകുമോ, അങ്ങനെ ഇല്ലാതിരിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ പെട്ടെന്ന് അവിചാരിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നൊരു ഞായറാഴ്ച ദിവസം മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് വളരെ ആവേശകരമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ മുന്നണികളൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങിയിരുന്നു. CPIMൻ്റെ ഒക്കെ നേതാക്കൾ വളരെ നേരത്തെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ LDFനെ സംബന്ധിച്ച് വികസന നയങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് മണ്ഡലത്തിലെത്തുന്നു, പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നു. അദ്ദേഹം പങ്കെടുത്ത പൊതുയോഗങ്ങളിലൊക്കെ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. അതൊക്കെ നമ്മൾ നേരിട്ട് കാണുക, നിലമ്പൂരിൽ നിന്ന് നേരിട്ട് കാണുകയാണ്. സ്വരാജിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിലമ്പൂരിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും വലിയ ജനസഞ്ചയം അണിനിരുന്നുകൊണ്ടുള്ള സന്തോഷ പ്രകടനങ്ങൾ, അതൊക്കെ ഒരു ബൈ ഇലക്ഷൻ സാധാരണ നമ്മൾ കാണാത്തതാണ്. അപ്പോൾ അത്രയും ആവേശകരമായൊരു തെരഞ്ഞെടുപ്പ് മുഹൂർത്തങ്ങളായിരുന്നു ഇവിടെ നിലമ്പൂരിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആകെ തുക ഇന്നത്തെ കൊട്ടിക്കലാശത്തിൽ കാണും. ഇവിടെ എങ്ങും സ്വരാജ് മയമായിരുന്നു, ചെങ്കോടി മയമായിരുന്നു. നിർവൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളിവിടെ പ്രചാരണ പ്രവർത്തന രംഗത്ത് പ്രചാരണം കവർ ചെയ്യുന്നതിനൊക്കെ നമ്മളിവിടെ ഉണ്ട്. എന്താണ് ഇന്നത്തെ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ഒരു ആവേശം കാണുമ്പോൾ നിർവന് തോന്നുന്നത്? കുട്ടൻ, നമ്മൾ ഈ സാധാരണ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും PV കുട്ടനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യ അനുഭവമല്ല. നമ്മൾ തൊട്ട് മുൻപുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പക്ഷേ ഇനി വളരെ ചുരുങ്ങിയ നാളുകൾക്ക് മാത്രമുള്ള ഒരു നിയമസഭയിലേക്കുള്ള ഒരു അംഗത്തെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അത് ഉയർത്തുന്ന രാഷ്ട്രീയം നിലമ്പൂരിൽ പരമാവധി ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് നിലമ്പൂരിലേക്ക് ഒഴുകി വന്ന, ഈ നഗരത്തിലേക്ക് ഒഴുകി വന്ന ജനങ്ങളുടെ വികാരവും ആവേശവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ നേരത്തെ കുട്ടൻ പറഞ്ഞു നിർത്തിയൊരു വാക്ക് ഏറെ പ്രസക്തമാണ്. M സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടിയ അട്രാക്ഷനും സ്വീകാര്യതയും, നിലമ്പൂരിൽ അദ്ദേഹം ഈ മണ്ണിൽ വന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ സ്വീകാര്യത അവസാനത്തെ കൊട്ടിക്കലാശം വരെ ഉണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെ ജനം ഒഴുകി വരികയായിരുന്നു. അതെന്തുകൊണ്ടാണ്? അവസാനത്തെ സമാപന പ്രസംഗത്തിൽ M സ്വരാജ് പറഞ്ഞ രാഷ്ട്രീയമുണ്ട്. ഇത് വ്യക്തിപരമായ മത്സരമല്ല, കക്ഷി നിലപാടുകൾ തമ്മിലുള്ള മത്സരമാണ്. ആ നിലപാടിൽ ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. പവർ കട്ട് ഉണ്ടായിരുന്ന 2016 പോലത്തെ ഒരു കാലഘട്ടം ഇനിയും വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും അത് ആഗ്രഹിക്കില്ല. അങ്ങനെ രാഷ്ട്രീയം പറയുകയും നിലപാടുകൾ പറയുകയും M സ്വരാജ് എന്ന വ്യക്തിത്വത്തിന് കിട്ടിയ സ്വീകാര്യതയും തെരഞ്ഞെടുപ്പിൻ്റെ ഈ ആവേശത്തിൽ കൊട്ടിക്കലാശത്തിൽ കാണുന്നുണ്ട്. മറ്റൊന്ന്, കുട്ടം പറഞ്ഞതുപോലെ നിരവധി വിവാദങ്ങൾ വന്നു. ആ വിവാദങ്ങളിലൊക്കെ ഇടതുമുന്നണി സ്വീകരിച്ച നയം എന്താണ്, സമീപനം എന്താണ്? തെളിമയായ മതേതര ജനാധിപത്യ നിലപാടാണ് ഇടതുപക്ഷത്തിൻ്റെതെന്ന് മുഖ്യമന്ത്രി ഇവിടെ ആവർത്തിച്ച് 7 പൊതുയോഗങ്ങളിലും പറഞ്ഞു. ആ പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലീഗിനെ അടക്കം ഓർമ്മിപ്പിക്കുന്ന ചോദ്യമാണ്. അത് ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടാണ്. അതിന് ഇന്ന് പോലും ഇന്ന് UDFൻ്റെ നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി. അതിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു, UDFൻ്റെ കൺവീനർ ഉണ്ടായിരുന്നു, ആദരണീയനായ KPCC അധ്യക്ഷനുണ്ടായിരുന്നു. അവരോട് കൈരളി ചോദിച്ചു എന്താണ് ജമാഅത്തെ ഇസ്ലാമിയായ കൂട്ടുകെട്ടിനെ കുറിച്ച്. മറുപടിയില്ലാതെ വാർത്താ സമ്മേളനം നിർത്തി പോകേണ്ടി വന്നു UDF നേതാക്കൾ. അതുകൊണ്ട് ആ ഒരു തെളിമയായ രാഷ്ട്രീയത്തിൻ്റെ നിലപാട് അത് പ്രതികരിക്കുന്ന സ്ഥാനാർത്ഥി M സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥി, അവർക്ക് ആ സ്ഥാനാർത്ഥിക്ക് യുവാക്കളിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന്, തൊഴിലാളികളിൽ നിന്ന്, മഹിളകളിൽ നിന്ന്, വിവിധ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ കൂടി ഈ കൊട്ടിക്കലാശത്തിൽ കാണാം. അതൊരു സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ വീര്യമല്ല, ആവേശത്തിൻ്റെ അലകടൽ എന്ന് പറയാം, ചെങ്കൊടി ഏറ്റവും എന്ന് പറയാം. ഒരു ചുവന്ന സമുദ്രമായി, സാഗരമായി അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിൻ്റെ ടൗൺ മാറുകയായിരുന്നു. ഇതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകളല്ലേ നമ്മൾ തെരഞ്ഞെടുപ്പിന്, വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ നാളെ തന്നെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന
പ്രവർത്തനത്തിലേക്ക് കടക്കും. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തികഞ്ഞ രാഷ്ട്രീയ മത്സരം തന്നെയാണ് നിലമ്പൂരിൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ എന്തായാലും ശ്രദ്ധേയമാക്കുന്നത്. ഏതായാലും ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ ആവേശകരമായ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം പോളിംഗിൽ പ്രതിഫലിക്കുമെന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. പോളിംഗ് ശതമാനം കൂടുമ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണ്. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട്, അതിനൊക്കെ മറികടന്നുകൊണ്ട് തങ്ങളുടെ പ്രവർത്തകരെ പരമാവധി ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിനുകൊണ്ടുള്ള എല്ലാ ശ്രമങ്ങളും LDF-ൻ്റെ ഭാഗത്തുനിന്നും ചെയ്തു കഴിഞ്ഞു. നേരത്തെ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ അക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ടതായാലും തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് LDF ക്യാമ്പുള്ളത്. അതോടൊപ്പം തന്നെ UDF-ൻ്റെ നേരത്തെ നിർഭൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പലവിധ വിവാദങ്ങൾ, ഇവിടെ പല വിധത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ, പതിവ് നാടകങ്ങൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെ നടത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അതൊക്കെ ഒരു സെക്കൻഡുകളുടെ പോലും ആയുസില്ലാത്ത രീതിയിൽ നമ്മളെല്ലാം കൺമുന്നിൽ തന്നെ തകർന്ന് വീഴുന്ന കാഴ്ച നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിക്കുക സ്വാഭാവികമായ നടപടിക്രമമാണ്. LDF-ൻ്റെ നേതാക്കളുടെ മന്ത്രിയുടെ MP-മാരുടെ ഉൾപ്പെടെ വാഹനം പരിശോധിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ആരും അതിൽ പ്രതികരിച്ചില്ല. സ്വാഭാവികമായ നടപടിക്രമമാണ്. പക്ഷേ തങ്ങളുടെ വാഹനം പരിശോധിച്ച് അപമാനിച്ചു എന്ന തരത്തിലൊക്കെ ഒരു രാത്രിയിൽ ഒരു നാടകം നടത്താനുള്ള നീക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പൊളിഞ്ഞു വീഴുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ അനന്തുവിൻ്റെ മരണം രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾ നടത്തി. അതിനും വളരെ കുറച്ച് സമയം മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ KC വേണുഗോപാലിൻ്റെ പെൻഷൻ വാങ്ങുന്നവരെ കൈക്കൂലി പരാമർശം നടത്തി. അതൊക്കെ മണ്ഡലത്തിൽ വളരെ സജീവമായിരുന്നു. ഏറ്റവും ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമി ആയുള്ള കൂട്ടുകെട്ട് സംബന്ധിച്ച് വലിയ ചർച്ച ഇവിടെ നടക്കുക. രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, സാമുദായിക നേതാക്കൾ പോലും അതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഏതായാലും ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിര ശരി, വ്യക്തമാണ് കുട്ടൻ. ഇരുവരുമാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.